സാക്ഷരത എന്താണ്? സാക്ഷരത എന്നറിയാമോ? സാക്ഷരത എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ സാക്ഷരത എന്ന് പറഞ്ഞാൽ മലയാളം എഴുതാനും വായിക്കാനുമുള്ള അറിവാണ് നമ്മുടെ കേരളത്തിൽ സാക്ഷരത എന്ന് പറയുന്നത്. അതുപോലെ ഇന്ത്യയിലെ ഓരോ സംസ്ഥാനങ്ങളിലും അതാത് സംസ്ഥാനങ്ങളിലെ പ്രാദേശിക ഭാഷ എഴുതാനും വായിക്കാനും അറിഞ്ഞാൽ നമുക്ക് എന്തോ പറയാൻ കഴിയും? സാക്ഷരത ഉണ്ടെന്ന് പറയാൻ കഴിയും. അപ്പോൾ സാക്ഷരത എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇന്ത്യയിൽ ആദ്യമായിട്ട് സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? കേരളമാണ്. കേരളമാണ്. ഫസ്റ്റ് കംപ്ലീറ്റഡ് ലിറ്ററസി സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ എന്ന് വെച്ചാൽ ആൻസർ എന്താണ്? കേരളമാണ്. അതായത് ഇന്ത്യയിൽ ആദ്യമായിട്ട് സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച സംസ്ഥാനം ഏതാണ്? കേരളമാണ്. അതുപോലെ പറയുകയാണെങ്കിൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച ജില്ല ഏതാണെന്ന് അറിയാമോ? എറണാകുളമാണ്. ഫസ്റ്റ് കംപ്ലീറ്റ് ലിറ്ററേറ്റഡ് ഡിസ്ട്രിക്റ്റ് ഓഫ് ഇന്ത്യ, ആൻസർ എറണാകുളം. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച പട്ടണം ഏതാണ്? കോട്ടയമാണ്. കോട്ടയമാണ്. ഫസ്റ്റ് കംപ്ലീറ്റഡ് ലിറ്ററേറ്റഡ് ടൗൺ ഓഫ് ഇന്ത്യ, ആൻസർ എന്താണ്? കോട്ടയമാണ്. കോട്ടയമാണ്. ഉണ്ടായിരിക്കാം കോട്ടയം. അക്ഷരനഗരി എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. അക്ഷരനഗരി കോട്ടയം. അക്ഷരനഗരി എന്നറിയപ്പെടുന്നത് കോട്ടയമാണ്. അതുപോലെ പറയുകയാണെങ്കിൽ സാക്ഷരത പഠിപ്പിക്കുന്ന ആളിനെ വിളിക്കുന്ന പേരെന്താണ്? സാക്ഷരത പഠിപ്പിക്കുന്ന ആളിനെ വിളിക്കുന്ന പേരാണ്. നമുക്ക് തെറ്റിപ്പോകുന്ന ക്വസ്റ്റ്യനാണ്. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമ്മളിൽ പലരും പറയും ടീച്ചർ അല്ലെങ്കിൽ ലെക്ചർ അല്ലെങ്കിൽ പ്രൊഫസർ എന്നൊക്കെ പറയുന്നു. അല്ലതിൻ്റെ ആൻസർ സാക്ഷരത പഠിപ്പിക്കുന്ന ആളിനെ വിളിക്കുന്ന പേര് പ്രേരക് എന്നാണ് കേട്ടോ. സാക്ഷരത പഠിപ്പിക്കുന്ന ആളിനെ വിളിക്കുന്ന പേരാണ് പ്രേരക്. അതുപോലെ പറയുകയാണെങ്കിൽ അതുപോലെ തന്നെ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയുടെ വേതനം എത്രയാണെന്ന് അറിയാമോ? 346 രൂപയാണ്. കേരളത്തിൽ 346 രൂപയാണ്. അടുത്ത സമയങ്ങളിൽ ഇവിടെ 23 രൂപയുടെ വർദ്ധിപ്പിച്ച് 369 ആക്കി. 346 രൂപ കേട്ടോ. 346 രൂപ. അതുപോലെ തന്നെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ എത്രയാണെന്ന് അറിയാമോ? 1600 രൂപയാണ്. 1600 രൂപയുടെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ. അതുപോലെ കിസാൻ സമ്മാൻ നിധി എത്രയാണ്? 2000 രൂപയാണ്. കേന്ദ്ര ഗവൺമെൻറ് ഇന്ത്യയിലെ കർഷകർക്ക് നൽകുന്ന ഏറ്റവും വലിയൊരു ധനസഹായ പദ്ധതിയാണ് കിസാൻ സമ്മാൻ നിധി. കിസാൻ സമ്മാൻ നിധിയും സാമൂഹ്യ സുരക്ഷാ പെൻഷനും ഒക്കെ കർഷകരുടെയും അല്ലെങ്കിൽ പെൻഷൻ വാങ്ങുന്നവരുടെയൊക്കെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആകുന്ന സംവിധാനം ഏതാണെന്ന് ചോദിച്ചാൽ എന്താണ് ക്രെഡിറ്റ് ആകുന്നത്? DBT, അതായത് ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ എന്ന ബാങ്കിങ് സംവിധാനത്തിലൂടെയാണ് ഇതൊക്കെ അർഹതപ്പെട്ടവർക്ക് ഈ തുകയൊക്കെ ക്രെഡിറ്റ് ആകുന്നത്. അതുപോലെ തന്നെ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയുടെ വേതനം 346 രൂപയാണ്. അതുപോലെ ഇന്ത്യയിൽ നിലവിലെ ഏറ്റവും തൊഴിലുറപ്പ് വേതനം ഏറ്റവും കൂടുതൽ ഉള്ള സംസ്ഥാനം ഹരിയാനയാണ്. ഹരിയാനയാണ്. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ പഞ്ചായത്തിൻ്റെ ഭരണത്തലവൻ ആരാണ്? പഞ്ചായത്ത് പ്രസിഡന്റാണ്. കോർപ്പറേഷനുകളുടെ ഭരണാധികാരി ആരാണ്? കോർപ്പറേഷൻ മേയറാണ്. മുനിസിപ്പാലിറ്റികളുടെ ഭരണാധികാരി ആരാണ്? മുനിസിപ്പൽ ചെയർമാനാണ്. അതുപോലെ കെട്ടിട നികുതി അടയ്ക്കുന്ന സ്ഥലം എവിടെയാണ്? കെട്ടിട നികുതി അടയ്ക്കുന്നത് പഞ്ചായത്ത് ഓഫീസിലാണ്, അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലാണ്. വസ്തുക്കരമടയ്ക്കുന്ന എവിടെയാണ്? വില്ലേജ് ഓഫീസിലാണ്. വില്ലേജ് ഓഫീസിലാണ് വസ്തുക്കരം അടയ്ക്കുന്നത് കേട്ടോ. വില്ലേജ് ഓഫീസിലാണ് വസ്തുക്കരം അടയ്ക്കുന്നത്. അതുപോലെ പഴയ റേഷൻ കാർഡിലുള്ള പേജിൻ്റെ എണ്ണം എത്രയാണെന്ന് അറിയാമോ? 22 പേജസാണ് പഴയ റേഷൻ കാർഡിലുള്ളത് കേട്ടോ. അതുപോലെ റേഷൻ കാർഡിൽ ഒപ്പുവെക്കുന്നത് ആരാണ്? താലൂക്ക് സിവിൽ സപ്ലൈസ് ഓഫീസറാണ്. ഗ്രാമസഭയുടെ അധ്യക്ഷൻ ആരാണ്? ഗ്രാമസഭയുടെ അധ്യക്ഷൻ എല്ലായ്പ്പോഴും പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കും. ഗ്രാമസഭ വിളിച്ചു കൂട്ടുന്നത് വാർഡ് മെമ്പറാണ്. ഓർത്ത് വെച്ചു കൊടുക്കുക. അതുപോലെ തന്നെ വോട്ടവകാശത്തിനുള്ള പ്രായപരിധി 18 വയസ്സാണ്. 18 വയസ്സ്. അതുപോലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് മത്സരിക്കുന്നതിനാവശ്യമായ പ്രായപരിധി 21 വയസ്സാണ്. എത്രയാണ്? 21 വയസ്സാണ്. 5 വർഷം കൂടിയിരിക്കുമ്പോഴാണ് കേരളത്തിലെ ഇലക്ഷൻ നടക്കുന്നത്. 5 വർഷം. അതുപോലെ 10 വർഷത്തിലൊരിക്കലാണ് ഇന്ത്യയിലെ സെൻസസ് നടക്കുന്നത്. ലോകത്ത് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം ഇന്ത്യയാണ്. 140 കോടിയാണ് ഇന്ത്യയിലെ ജനസംഖ്യ. 140 കോടി. അതുപോലെ തന്നെ
കേരളത്തിലെ ജനസംഖ്യ എത്രയാണ്? 3.5 കോടിയാണ്. എത്രയാണ്? 3.5 കോടി.